കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ദ്വീപിൽ കടലാക്രമണം രൂക്ഷമാണ്. തീരദേശ റോഡുകളും പ്രദേശത്തെ തെങ്ങുകളും മരങ്ങളും കടലെടുത്തു. ഓരോ മഴക്കാലത്തും പ്രദേശത്ത് കടലേറ്റത്തിന്റെ വ്യാപ്തി കൂടുന്നതിൽ പ്രദേശവാസികളും ആശങ്കയിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കടലേറ്റം നേരിടുന്ന 10 തീരങ്ങളുടെ ഹോട്ട്സ്പോട്ടിൽ ഇടം പിടിച്ച പ്രദേശമാണ് കാസർഗോഡ് വലിയ ദ്വീപിനോട് ചേർന്ന കടലോരം. കടലേറ്റത്തെ തുടർന്ന് നിരവധി തെങ്ങുകളാണ് കഴിഞ്ഞ ദിവസം വലിയ പറമ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ കടപുഴകിയത്. നിരവധി തെങ്ങുകൾ കടപുഴകൽ ഭീഷണിയിലുമാണ്. പഞ്ചായത്തിലെ മാവില കടപ്പുറം, വെളുത്ത പൊയ്യ, 12 പടന്ന കടപ്പുറം, വലിയ പറമ്പ്, കന്നുവീട് കടപ്പുറം, ഉദിനൂർ കടപ്പുറം മേഖലകൾ രൂക്ഷമായ കടലേറ്റ ഭീഷണിയിലാണ്. പ്രദേശത്ത് നടപ്പിലാക്കിയ തീരവനം പദ്ധതിക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. കടൽവെള്ളം വീടുകളിലേക്ക് ഉൾപ്പെടെ ഇരച്ചെത്തുന്നതാണ് സ്ഥിതി. ഓരോ വർഷവും രൂക്ഷമാകുന്ന കടൽക്ഷോഭം തീരദേശവാസികൾക്ക് അവസാനിക്കാത്ത ആശങ്കയാണ്. നമ്മൾക്കൊരു സ്ഥിരമായ കടൽ ഭിത്തി നിർമ്മാണത്തിനപ്പുറത്തേക്ക് ഈ ടെട്രോപാഡ് എന്നുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അഴിമുഖം തൊട്ട് ഏഴിമല വരെ അങ്ങനെയുള്ളൊരു കൈയെന്നാണ് നമ്മൾ പറയൽ, കടലിലേക്ക് കല്ലിട്ടുകൊണ്ട് തീരത്തെ സംരക്ഷിച്ച് അവിടെ പൂഴി സംഭരിക്കുന്ന ഒരു നില ഉണ്ടായാൽ ഇങ്ങനെയുള്ളൊരു കടൽക്കുത്ത് നമ്മുടെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവൂല എന്നാണ് എൻ്റെ അഭിപ്രായം. കടലേറ്റത്തെ തുടർന്ന് വലിയ പറമ്പ് സ്വാമി മഠത്തിന് സമീപം മുതൽ വലിയ പറമ്പ് ബീച്ച് വരെയുള്ള കമ്പിവേലികൾ തകർന്നു. പഞ്ചായത്തിലെ PK കുഞ്ഞബ്ദുള്ള ഹാജി, KP ഖാദർ എന്നിവരുടെ തെങ്ങുകളാണ് കടലേറ്റത്തിൽ കടപുഴകിയത്. മറ്റു പല കർഷകരുടെയും കൃഷിയിടങ്ങളിലെ തെങ്ങുകൾ ഏതു നിമിഷവും കടൽ വിഴുങ്ങുമെന്ന നിലയിലുമാണ്. മേഖലയിൽ ശാസ്ത്രീയമായ കടലാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കാസർഗോഡ്.